ഹായ് സുഹൃത്തുക്കളെ, ഇന്ത്യൻ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മെഡിക്കൽ അസിസ്റ്റന്റ് ഇൻടേക്ക് 01/2027 എന്ന നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ തസ്തികയ്ക്ക് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജനുവരി 12 മുതൽ ഫെബ്രുവരി 1 വരെ നമുക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് iafrecruitment.edcil.co.in എന്ന വെബ്സൈറ്റ്. ഈ തസ്തികയ്ക്ക് വേണ്ടിയുള്ള സെലക്ഷൻ ടെസ്റ്റ് നടക്കുന്നത് മാർച്ച് 30-31 തീയതികളിലായിട്ടാണ്. ഇനി അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത 12ാം ക്ലാസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഈ കോമ്പിനേഷൻ എടുത്ത് 50% മാർക്ക് അഗ്രഗേറ്റ് വാങ്ങി പാസ്സായിരിക്കണം. ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് 50% അതിലധികമോ മാർക്ക് വാങ്ങിക്കണം. ഇനി ഇതേ കോമ്പിനേഷൻ ഉള്ള, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇതേ കോമ്പിനേഷനുള്ള വൊക്കേഷണൽ സ്ട്രീം, PHSC പോലുള്ള വൊക്കേഷണൽ സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അവിടെയും 50% അഗ്രഗേറ്റ് മാർക്കും ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് 50% മാർക്കും നേടിയിരിക്കാം. ഈ രണ്ട് വിഭാഗത്തിനും പുറമെ ഫാർമസി ഡിപ്ലോമ ഉള്ള ആൾക്കാർക്കും BSc ഫാർമസി പാസ്സായ ആൾക്കാർക്കും ഈ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. അവർക്കും ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി കോഴ്സിന് 50% മാർക്ക് പാസ്സാകണം. അതിന് പുറമെ 12ാം ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ എടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് കോമ്പിനേഷൻ എടുത്ത് 50% മാർക്ക് അഗ്രിഗേറ്റഡ് വാങ്ങിയിരിക്കണം. അതിന് പുറമെ ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് 50% മാർക്ക് വേണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. ഓക്കെ, ഇതിന് പ്രായപരിധി 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ 2006 ജനുവരി 1-നും 2010 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരാണ് യോഗ്യം. ഉയർന്ന പ്രായപരിധി 21 വയസ്സാണ്. ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി കഴിഞ്ഞ ആൾക്കാർക്ക് 2003 ജനുവരി 1-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ച അവിവാഹിതരായ അപേക്ഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെയും ഉയർന്ന പ്രായപരിധി 24 വയസ്സാണ്. ഈ എയർമാൻ മെഡിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ വിവിധ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. അത് ഇംഗ്ലീഷ്, റീസണിങ്, അത് കഴിഞ്ഞിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇവ അടങ്ങുന്ന 50 ചോദ്യങ്ങൾ 45 മിനിറ്റ് ദൈർഘ്യം. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. 0.25 മാർക്ക് നെഗറ്റീവ് മാർക്ക്. അതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് യോഗ്യതാ പരിശോധന, അത് കഴിഞ്ഞിട്ട് ശാരീരിക ക്ഷമതാ പരിശോധന, പിന്നീട് എൻഡുറൻസ് ടെസ്റ്റാണ്. ഈ എൻഡുറൻസ് ടെസ്റ്റ് 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഒന്നാം ഘട്ടം പാസ്സാകുന്ന കുട്ടികളെ 2ാം ഘട്ടത്തിലേക്ക് അയക്കും. അത് കഴിഞ്ഞാൽ ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. അതിന് 1.6 കിലോമീറ്റർ ഓട്ടം, പുഷപ്പുകൾ, സിറ്റപ്പുകൾ, സ്ക്വാട്ട് അപ്പുകൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഇനി അവസാന ഘട്ടം, അതായത് 3ാം ഘട്ടം എന്ന് പറയുന്നത് മെഡിക്കൽ പരിശോധനയാണ്. ഇവിടെ കുട്ടികളുടെ മെഡിക്കൽ ഹിസ്റ്ററി, അത് കഴിഞ്ഞ് ശാരീരിക പരിശോധന, പിന്നീട് ലബോറട്ടറി പരിശോധനകൾ, അതായത് രക്തം, യൂറിൻ, ECG, അത് കഴിഞ്ഞ് എക്സ്റേ തുടങ്ങിയ പരിശോധനകൾ നടത്തും. ഇനി ഇതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫീ 550 രൂപ പ്ലസ് GST ആണ്. ഇതെല്ലാവർക്കും ബാധകമാണ്. ആർക്കും ഫീസ് എക്സംഷൻ ഇല്ല. ഇതിൽ 550 രൂപയും GST ചേർന്നിട്ട് ഏതാണ്ട് 649 രൂപ വരും. ഇത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ
ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ അപേക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തിക എന്ന് പറയുന്നത് ഒരു പെർമനന്റ് പോസ്റ്റാണ്, അഗ്നിപത് സ്കീമിൽ പെടാത്ത. നമ്മൾ ഒരിക്കൽ സെലക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ 57 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ കഴിയുന്ന, ഡ്യൂ കോഴ്സിൽ കിട്ടുന്ന പ്രൊമോഷൻസ് വാങ്ങി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു തസ്തികയാണ് ഈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൈവന്ന ഭാഗ്യം ഒരു കാരണവശാലും തട്ടിക്കളയരുത്. അവസാന തീയതി ഞാൻ നേരത്തെ പറഞ്ഞു ഫെബ്രുവരി 1 എന്ന് വെച്ച് അത്രയും സമയം കാത്തിരിക്കരുത്. എത്രയും വേഗം അപേക്ഷിക്കുക.